അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചൊരു കാര്യമായിരുന്നു നിങ്ങളൊരു ദിവസത്തെ ഫുഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫുഡ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ബോഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, എംപ്റ്റി സ്റ്റൊമക്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റൊക്കെ കട്ടിങ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുഡ് നമുക്ക് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വേ പ്രോട്ടീനും ഒരു ഗ്ലൂട്ടാമിനാണ് ഫസ്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു വേ പ്രോട്ടീൻ്റെ ഒരു സ്കൂപ്പ് ഇട്ടു, പിന്നെ നമ്മുടെ ഗ്ലൂട്ടാമിൻ്റെ ഒരു സ്കൂപ്പ് ഉണ്ടാവും. അങ്ങനെ ഗ്ലൂട്ടാമിൻ്റെ ഒരു സ്കൂപ്പ് ഇട്ട് ഗ്ലൂട്ടാമിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് റിക്കവറിക്കും പിന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കൗട്ടിന് പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്ത് കിട്ടും. മെയിനായിട്ട് ഫാസ്റ്റ് റിക്കവറി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീനും ഒരു ഗ്ലൂട്ടാമിനും ഇട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ഒരൊറ്റ കുടി, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രിങ്ക് വരുന്നത് രാവിലെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ജിമ്മിക്കാണ്. ജിമ്മൊക്കെ ചെയ്ത് നമ്മൾ ആബ്സിനും പിന്നെ ഏതെങ്കിലും ഒരു മസിൽസ് പാർട്സിനാണ് കളിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കഴിക്കാൻ പോകുന്ന സാധനം നമ്മുടെ ഇതായിരിക്കും, എന്താ പറയുക, ഓട്സും എഗ്ഗും. 6 എഗ്ഗ് ഉണ്ടാവും. 6 എഗ്ഗിൽ ഒരു ഫുൾ എഗ്ഗ് കഴിക്കും, ബാക്കി എല്ലാത്തിൻ്റെയും 5 എണ്ണ കഴിക്കുള്ളൂ. 5 എഗ്ഗ് വൈറ്റും 1 ഫുള്ളായിട്ടും കഴിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അപ്പോൾ സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് വരുന്നത് അടുത്ത മീല് വരുന്നത് ലഞ്ചാണ്. ലഞ്ചിൽ നമുക്ക് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാലഡും റൈസും ചിക്കനാണ്. അപ്പോൾ സാലഡിൽ നമ്മൾ ആഡ് ചെയ്യണത് കാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുക്കുംബർ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് കുറച്ച് റൈസ്, ഒരു പിടി റൈസ് ഉള്ളൂ കേട്ടോ, ആ ഒരു പിടി റൈസ് അതിലിട്ടിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാണ്, രസമാണ്, ഇട്ടിട്ട് കഴിക്കാം. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാവും. ചിക്കൻ നമ്മൾ പല ടൈപ്പിലാണ് ഉണ്ടാക്കൽ. ചിലപ്പോൾ ഞാൻ ബോയിൽഡ് ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്യും, അങ്ങനെ കഴിക്കും. ചിലപ്പോൾ ഞാൻ കറിയായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും കഴിക്കും. അപ്പോൾ നമുക്ക് ഓരോരോ ടേസ്റ്റ് പോലെ കഴിക്കും. എല്ലാ ദിവസവും ഒരുപോലെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ടൈപ്പിലാണ്. ഞാനല്ല, ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് തരുന്ന നമ്മളെ വൈഫാണ് കേട്ടോ. വൈഫ് ഫുള്ള് സപ്പോർട്ടാണ്. നമ്മൾ ഓരോ വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് അതിൻ്റേതായ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആൾ വൈഫാണ്. ഇത് ചോദിക്കും, അപ്പോൾ ഞാൻ ഓൾറെഡി അവൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മളെ മെനു. പിന്നെ നമ്മളെ പ്രീ വർക്കൗട്ട് മീലാണ് ഇത്, നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോയും ചിക്കനും, അതാണ് പ്രീ വർക്കൗട്ടായിട്ട് വരുന്നത്. ഈ പ്രീ വർക്കൗട്ട് മീൽ കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈവനിങ്ങിൽ വർക്കൗട്ടിന് പോകൽ. അങ്ങനെ ഈവനിങ് വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളെ വൈഫ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. സാലഡിൽ സെയിം നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് കഴിച്ച അതേ സാലഡ് തന്നെയാണ്. അപ്പോൾ ചിക്കൻ അതിൽ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ ഇതിനോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ്. വൈകുന്നേരത്തിൽ നമുക്ക് റൈസ് ഇല്ല, ഇതന്നെ ഉള്ളൂ ഫുഡ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ നേരത്ത് വീണ്ടും ഒരു ഗ്ലൂട്ടാമിനും ഒരു വേ പ്രോട്ടീനും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ മീൽ എന്ന് പറയുന്നത്.